എത്രയായി? 2 രൂപ. ഒന്ന് പനമ്പള്ളി നഗർ വരെ പോണം. ഹലോ, മാതാ സ്കൂളിലെ അനുജ പപ്പന്റെ ഡാഡി അല്ലേ? അനുജ മാതാ സ്കൂളിൽ പഠിക്കുന്ന? മാതാ സ്കൂളിൽ ഞാനാ? അല്ല, മോള്. ഞാൻ കല്യാണം പോലും കഴിച്ചില്ല, പിന്നല്ലേ? അല്ല, ഒന്ന് ഓട്ടം പോകാനാ. ഓട്ടം പോണോ? ഓട്ടം പോണ പൊയ്ക്കോ. അതിന് എന്റെ ഓട്ടമല്ല എന്നോട് ചോദിക്കാൻ. പനമ്പള്ളി നഗർ വരെ. പനമ്പള്ളി നഗർ വരെ? ആര്? നിങ്ങൾ പറഞ്ഞ അനുജ പപ്പന്റെ ഡാഡിക്ക് കാലിന് ഇതുപോലെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാനല്ലല്ലോ. അല്ല. ഹലോ, യെസ്, you want Mr. Nasir Said? 1 minute, please hold on. ദേ, എന്താ സുധേ? നസീർക്കൊക്കെ ഫോൺ വന്നിരിക്കുന്നു. ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് വരാം. സുധ എന്നോടാ പറഞ്ഞത്. 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 എടാ സുധ എന്നോട് പറയുന്നു. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. ആണോ? ആ, അനുഭവം ഉള്ളവര് പറയുമ്പം വിശ്വസിച്ചല്ലേ പറ്റൂ. അതോ അല്ല, ഹലോ, നമുക്ക് ഹിന്ദി അറിഞ്ഞൂടാ. കുറച്ചു കാലം ബോംബെയിലും ഹൈദരാബാദിലൊക്കെ കറങ്ങിയതുകൊണ്ട് അത്യാവശ്യം തമിഴ് സംസാരിക്കാൻ അറിയാം. ഈ ഒരു കാര്യം ചെയ്യ്, ആരെങ്കിലും മലയാളം അറിഞ്ഞ കൈ കൊടുക്ക്. അല്ലോ, അതെ, നമ്മൾ നസീറിന്റെ പാപ്പാ. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഹലോ, നസീർ ഈസ് മദ്രാസ്, ബട്ട് നസീറിന്റെ ഫാദർ ഈസ് ഇവിടെ ഹിയർ. സേതു ഈസ് ടീ ഷോപ്പ്. ചട്ടപ്പല്ല, ടീ ഷോപ്പ്. ഇങ്ങോട്ട് താടേ, ഞാൻ സംസാരിക്കാം. അതൊന്ന് ബാൻ നോക്കുമ്പോ നസീറിന്റെ മറ്റോ ആയിരിക്കും. ഹലോ, ഏത് ഭാഷ വേണമെങ്കിലും സംസാരിച്ചോളൂ. ഓ, തമിഴാ? നസീർ ഇവിടെ ഇല്ല. എന്ത് ഭാഷ? 2 ദിവസം കഴിഞ്ഞേ വരൂ. യാരെ വിളിച്ച് சொல்லണം? അതാരാ? ഇങ്ങോട്ട് തരൂ. Mr. Nasir is not in station. He will be back only after 2 days. May I know who is speaking? Mr. Ahmad. Okay, I will tell him. ഒരു അഹമ്മദാ വിളിച്ചത്, പിന്നെ വിളിച്ചോളാന്ന്. അതിന്റെ കാശ് എത്രയായി? അയ്യോ, ഇൻകമിംഗ് കോളിന് കാശ് വേണ്ട. വേണ്ട, ഇങ്ങോട്ട് വലിഞ്ഞേരി വന്നല്ലേ, വേണ്ട. വളരെ ഉപകാരം മോളെ. എന്റെ സുധയോട് വളരെ രഹസ്യമായ ഒരു കാര്യം പറയാനുണ്ട്. കുറെ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പ്രേമം കേരളത്തിലെ എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും പാട്ടാണ്. മനുഷ്യന്റെ മനസ്സൊരു മഹാസമുദ്രമാണ്. അതിന്റെ അടിത്തട്ടിൽ കിളച്ചു നോക്കിയാൽ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും ഉണ്ട്. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങില്ല ഓമനെ, അടങ്ങില്ല എന്നാണ് വിവരമുള്ളവർ പറയാറ്. പക്ഷെ ആരും കാണാതെ ആലിംഗനങ്ങളിൽ മുഴുകുന്ന ഓളവും തീരവും എന്നും ഒരു കടങ്കഥയാണ്. ഇങ്ങനെ സിനിമയിലെ സംഭാഷണമൊക്കെ ഇത്ര പെട്ടെന്ന് കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഈ പരിശുദ്ധ പ്രേമത്തിന്റെ കാലമൊക്കെ പോയി. ഇപ്പൊ ജാതിയും മതവും സാമ്പത്തിക ചുറ്റുപാടും ഒക്കെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷമല്ലേ ആൾക്കാർ പ്രേമിക്കുന്നത്. ഒരുതരം അഡ്ജസ്റ്റ്മെന്റ്. വലിയ പ്രേംജിയെ പോലെ വേദാന്തൊക്കെ പറയാൻ നിനക്കെന്താ ഒരു എക്സ്പീരിയൻസ്? നീ ആരെയും പ്രേമിച്ചിട്ടുണ്ടോ? കോളേജിൽ വലിയ ഹീറോ ആയിട്ട് ചെത്തി നടന്നിരുന്നു എന്നാ കേട്ടിട്ടുള്ളത്. അപ്പൊ പിന്നെ ധാരാളം ആരാധികമാരെ പ്രേമിച്ച് കാണണം എന്നൊന്നും ഉറപ്പു പറയാൻ പറ്റില്ല. അത്യാവശ്യം കലാപ്രവർത്തനങ്ങളുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഒരുപാട് കുട്ടികൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. പ്രേമിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, ജാതിയും മതവും മനസ്സിലാക്കാൻ വേണ്ടി പലരും എന്റെ അച്ഛന്റെ പേര് എന്നോട് ചോദിക്കുമായിരുന്നു. എനിക്ക് പോലും അറിഞ്ഞൂടാത്ത ആ പേര് ഞാൻ എങ്ങനെയാ പറയുക? ബാബു കെയർ ഓഫ് സെന്റ് മേരീസ് ഓർഫനേജ് എന്ന് കേൾക്കുമ്പോഴേ കുട്ടികൾ ജീവനം കൊണ്ടുപോകും. കല്യാണങ്ങൾക്ക് കൊയർ പാടിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ജെറോം അച്ഛൻ എപ്പോഴും ചോദിക്കുമായിരുന്നു, ഇനി എന്നാടാ നിനക്ക് ഞാൻ മിന്നെടുത്ത് തരുന്നതെന്ന്. അങ്ങനെ ഒരു പാതകം അച്ഛനെ കൊണ്ട് ചെയ്യിക്കണ്ടെന്ന് കരുതിയാവും കർത്താവ് നേരത്തെ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പ്രേമിക്കണ്ടെന്നല്ല,
പെണ്ണുങ്ങൾക്ക് നമ്മളെ മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് മാത്രമാണ്. ഒരേ സമയം കാർബൺ പേപ്പർ വെച്ച് പ്രേമലേഖനം എഴുതി 6 പേരെ പ്രേമിച്ച ഒരു ആശാലത ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു. രാജു കൃഷ്ണൻസ് ഇക്കാര്യത്തിൽ ഭാഗ്യവാന്മാരാ. സുധ ഇവരെ രണ്ടുപേരെ മാത്രമല്ലേ പ്രേമിക്കുന്നുള്ളൂ. എന്താണ് അവളുടെ ഉദ്ദേശം ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഇവർ രണ്ടുപേരെയും കൊണ്ട് ശരിക്ക് കാശ് അവള് മുടക്കിക്കുന്നുണ്ട്. ഇന്നലെ രാജു ഒക്കെ ഒരു മുല്ലപ്പൂവിന്റെ സ്പ്രേ വാങ്ങിക്കൊടുത്തു. സത്യമാണോ? എഴുപുന്ന തരകനാണ് സത്യം. എഴുപന്നെ തറങ്ങണാണ്ടാ നിന്റെ തന്ത. ഈ ഫോറാൻ കണ്ടോ? ഇതുകൊണ്ട് ഒരെണ്ണം തന്നാ നിന്റെ വെടി കേൾക്കും. പേടിപ്പിക്കല്ലേ, ഞാൻ മനസ്സറിഞ്ഞൊരു പിടുത്തം പിടിച്ചാണ്ടല്ലോ, പിന്നെ നീ ദാമ്പത്യ സുഖം അനുഭവിക്കില്ല. നീ ആരടാ ചന്ദ്രസ്വാമിയോ ദാമ്പത്യം തീർക്കാൻ? എന്നാലാണ് കാണാൻ പിടിക്കടാ. കൊള്ളാം, നന്നായിരിക്കുന്നു. ഒരു കാമുകി 2 കാമുകന്മാരും. ചുമ്മാതല്ല നാട്ടുകാർ നിങ്ങളെ രണ്ടുപേരെ രാജു കൃഷ്ണൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രേമത്തിന് ക്ലൈമാക്സ് 2 അല്ല 3. എന്താണ് മൂന്നാമത്തെ ക്ലൈമാക്സ്? അവളുടെ തന്ത ഇറച്ചി ഭാർഗവൻ ഭാർഗവൻ നിങ്ങളുടെ രണ്ടുപേരെയും വാക്കത്തി കൊണ്ട് വെട്ടി എറിഞ്ഞ് കുഴിച്ചു കൂടുന്നത്. ഏയ് രാജു കൃഷ്ണൻസ്, ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ക്ലൈമാക്സിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ നടത്തി തരാം. നിന്റെ നാടെവിടെയാ? തൃശ്ശൂര്. നിന്റെയോ? തിരുവനന്തപുരം. എന്നാ കുഴപ്പമില്ല. നിന്റെ ബോഡി തൃശൂർ ജില്ലയിലും മോന്റെ ബോഡി തിരുവനന്തപുരം ജില്ലയിലും കുഴിച്ചിടാൻ ഭാർഗവൻ ചേട്ടനോട് ഞാൻ പറയാം. എന്താ അങ്ങനെ പോരെ യൂഹിച്ചാളെ? എത്രയായി? ചേച്ചിക്ക് ഇഷ്ടമുള്ളത് തന്നാ മതി. എന്നെ ചേച്ചിന്നൊന്നും വിളിക്കണ്ട, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാ കുഞ്ഞുവാവേ എന്ന് വിളിക്കാം. അതോ അമ്മച്ചി എന്ന് വിളിക്കണോ? നിങ്ങളോട് കാശ് എത്രയെന്നാ ചോദിച്ചേ? മീറ്ററിൽ 10 രൂപയായുള്ളൂ. പക്ഷെ എന്തെങ്കിലും കൂട്ടിത്തരണം. ഞാനൊരു രോഗിയാണ്. ഓപ്പറേഷൻ നടത്താൻ 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം രൂപയോ? എന്ത് രോഗമാണ് നിങ്ങൾക്ക്? എന്റെ ഹാർട്ടിൽ കിഡ്നി വളരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒരു 2 വർഷം. എന്റെ അമ്മോ, ആന ഇറങ്ങിയേ. ചേച്ചി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ വിട്ടാ മതി. വട്ട എനിക്കല്ല, ആനയ്ക്കാം. എന്താടാ അടി അങ്ങോട്ട് പോവല്ലേ, ആന ഇറങ്ങിയിട്ടുണ്ട്. ആന? എന്റെ അമ്മേ, നിങ്ങൾ ഇങ്ങോട്ട് പോവോ? ആന ഇറങ്ങി പറഞ്ഞിട്ടില്ലേ? അങ്ങോട്ട് പോയാലേ ആന പോയാലും അമ്പഴങ്ങാവും. നമുക്ക് വേറെ വഴി പോവാം. അമ്മാവനെ സഹായിച്ചോണ്ട് നിന്നോ, ഇപ്പൊ ആനയുടെ വായി പോവും. ആന ഇറങ്ങിയെന്ന്. കാശൊന്നും വേണ്ട അമ്മ. ഇത് അത്യാവശ്യം